റെഡ്മി നോട്ട് 8ൻ്റെ വീഡിയോ വന്നപ്പോൾ നിങ്ങൾ ധാരാളം പേർ ചോദിച്ചു, റെഡ്മി 8നെ ഒഴിവാക്കിയോ? ഇല്ല. പക്ഷേ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. നിങ്ങൾ 18നും 24നും ഇടയ്ക്ക് വയസ്സുള്ള ഒരാളാണെങ്കിൽ ഈ ഡിവൈസ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ഇത് നിങ്ങളുടെ വീട്ടിലെ ഒരു 40-50 വയസ്സുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു ഡിവൈസാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ഈ വീഡിയോയിൽ ഉത്തരമുണ്ട്. ഇത് നിങ്ങളുടെ സുഹൃത്ത് ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യു. ഈ ഡിവൈസ് 8000 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആദ്യമേ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സിൻ്റെ ഫ്രണ്ടിൽ റെഡ്മി 8 എന്ന് കൊടുത്തിട്ടുണ്ട്. 4GB 64 എന്ന കാര്യം എടുത്തു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പുതിയ ഫോൺ, അത് ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഫോൺ ഈ ഒരു മെമ്മറി വേരിയൻറ്റിൽ കിട്ടുന്ന പാടാണ്. പിന്നെ കുറച്ച് സ്പെക്കൊക്കെ പുറകിലോട്ട് കൊടുത്തിട്ടുണ്ട്. റെഡ്മി നോട്ട് 8ൻ്റെ ബോക്സുമായിട്ട് ഒത്തിരി സിമിലാരിറ്റികളുള്ള ഒരു ബോക്സാണ് റെഡ്മി 8ൻ്റേത്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. റെഡ്മി നോട്ട് 8ൻ്റെ ബോക്സിൽ ഏത് സ്നാപ്ഡ്രാഗൺ വേരിയൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 5000 mAh ബാറ്ററി ഉണ്ടെന്നും സ്ക്രീൻ സൈസ് എത്രയാണെന്നും ക്യാമറ ഡീറ്റെയിൽസും എല്ലാം പുറകിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡിവൈസിൻ്റെ MRP പ്രൈസ് 11,000 രൂപയാണ്. നമുക്കിത് 8,000 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നമുക്ക് ഈ ഡിവൈസ് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്തെല്ലാം കണ്ടൻറ്റ്സ് ഉള്ളിൽ വരുന്നുണ്ടെന്ന് നോക്കാം. ആസ് യൂഷ്വൽ നമ്മൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ വേറൊരു ചെറിയ ബോക്സ് വരും. നമ്മളിതിനകത്തൊരു കേസ് പ്രതീക്ഷിക്കുന്നുണ്ട്. സിം ഇജക്ടർ ടൂള് കാണും. അതുപോലെ തന്നെ കുറച്ച് ലീഫ്ലെറ്റ്സും. അതേ കാര്യങ്ങളൊക്കെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ കേസ് അല്പം കൂടെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു കുറച്ച് വെയിറ്റ് ഫീൽ ചെയ്യാനുണ്ട്. അടുത്തായി നമുക്ക് ലഭിക്കുന്ന ഫോൺ തന്നെയാണ്. ഇതിൻ്റെ പുറകിലെ 2-3 സ്റ്റിക്കേഴ്സ് കാണാൻ കഴിയും. ഒന്നാമത്തെ സംഗതി, ഇത് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും എന്ന കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സാർ വാല്യൂസ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഇനി വേറെ എന്തൊക്കെയുണ്ട്? ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു USB Type-C കേബിളും നൽകിയിട്ടുണ്ട്. അതൊരു നല്ല എഡീഷനാണ്. ശരിക്കും ഇംപ്രസീവാണ്. നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. റെഡ്മി 8 ക്വിക്ക് ചാർജ് 3 സപ്പോർട്ട് ചെയ്യുന്നതാണ്. എങ്കിൽ പോലും ഈ ബോക്സിനുള്ളിൽ ക്വിക്ക് ചാർജർ ഒന്നുമില്ല. ജസ്റ്റ് ഒരു 5 watts 2 amp ചാർജർ മാത്രമേ ഉള്ളൂ. നത്തിങ് സ്പെഷ്യൽ. പിന്നെ ഒരു USB Type-C കേബിളുമാണ് നമുക്ക് ബോക്സിനുള്ളിൽ ലഭിക്കുന്നത്. സാർ വാല്യൂസിനെ കുറിച്ച് ഒത്തിരി ടെൻഷൻ അടിക്കുന്ന സുഹൃത്തുക്കൾ ഈ ഡിവൈസിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട. 2 ഹെഡ് 0.3യും 2 ബോഡി 1.0യുമാണ് ഇതിൻ്റെ സാർ വാല്യൂ കോൺഫിഗറേഷൻ. ബോക്സിനുള്ളിൽ ഒരു ക്ലിയർ കേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുള്ളൊരു ക്ലിയർ കേസാണ്. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്കൊരു കേസ് മേടിക്കേണ്ടി വരത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിലുള്ളത്. ഫോണ്, അതുപോലെ തന്നെ കേസ്, ഇനി വാറണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സ്, ചാർജർ, Type-C കേബിൾ. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനുള്ളിൽ നമുക്ക് ടോട്ടൽ കണ്ടൻസ് ആയിട്ട് ലഭിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ ഡിവൈസിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂയിലോട്ട് നമുക്ക് പോകാം. റെഡ്മി 8ൻ്റെ റിവ്യൂ നമ്മൾ 5 മേഖലകളിൽ കൂടിയാണ് ചർച്ച ചെയ്യുന്നത്. ബിൽഡ് ആൻഡ് ഡിസൈൻ, ഡിസ്പ്ലേ, ക്യാമറ, ബാറ്ററി, കീ സ്പെക്ക്. ഇതെല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ്. അതുകൊണ്ട് മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ബിൽഡ് ആൻഡ് ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതായത് നിങ്ങൾ വില കൊടുത്ത് മേടിക്കുന്ന ഒരു ഡിവൈസ് സംഭവം പെട്ടെന്ന് പോകുമോ ഇല്ലയോ എന്ന് ഈ ഭാഗത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ റെഡ്മി 7നെക്കാളും എന്തുകൊണ്ടും റെഡ്മി 8 മുന്നിലാണ്. ക്യാമറ ലേഔട്ടൊക്കെ അല്പം ഒന്ന് മാറ്റി വെച്ചെന്നല്ലാണ്ട് ഡിസൈൻ വൈസ് ഒത്തിരി മാറ്റങ്ങളില്ലെന്ന് നമുക്ക് ആദ്യമേ തോന്നിയേക്കാം. പക്ഷേ ആ എഡ്ജസിലോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നന്നായിട്ടെല്ലാം കർവ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇൻ പ്ലേസ് ആണെന്ന് കാണാൻ കഴിയും. സ്വിച്ചുകളെല്ലാം പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ്. പക്ഷേ നമ്മൾ അതൊന്ന് ഉപയോഗിച്ച് നോക്കുമ്പോൾ അല്പം സ്റ്റാൻഡേർഡ് അവിടെ റെഡ്മി കീപ്പപ്പ് ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടാവും. ഉർവശി ശാപം ഉപകാരമായി എന്ന രീതിയിലാണ് റെഡ്മി 8ലുള്ള 5000 mAh ബാറ്ററി. ഇത്രയും വലിയൊരു ബാറ്ററി ഉള്ളതുകൊണ്ട് നല്ല ബാറ്ററി ലൈഫ് ലഭിക്കും എന്നുള്ളത് മാത്രമല്ല, നല്ലൊരു ഗ്രിപ്പ് ഈ ഡിവൈസിനുണ്ട്. പക്ഷേ അത് കാരണം ഒരു വെയ്റ്റിൻ്റെ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടില്ലെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ബോഡി പ്ലാസ്റ്റിക് ബിൽഡാണ്. സോ അതൊരു സ്മാർട്ട് ചോയ്സ് ആയിരുന്നു. അത്യാവശ്യം 1-2 വർഷത്തേക്ക് ഇത് നന്നായിട്ട് പോകും. ഇനി ഡിസൈൻ്റെ കാര്യം പറയാം. ഇവിടെയാണ് ശരിക്കും റെഡ്മി നന്നായിട്ട് പണിയെടുത്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈൻ പുറകെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഓറ ഫിനിഷ്, അതുപോലെ തന്നെ നല്ല റിഫ്ലക്ഷനും ഇതിന് ഒരു വാല്യൂ അഡീഷനാണ്. P2i കോട്ടിംഗ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. P2iൻ്റെ ഗുണമൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കണ്ടതാണ്. നിങ്ങളതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. പക്ഷേ ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനും നന്നായിട്ട് തന്നെ ഇവിടെ എല്ലായിടത്തും കീപ്പപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. റെഡ്മി അവിടെ ഒരു കോംപ്രമൈസിലോട്ട് പോയിട്ടില്ല.
റെഡ്മി 7ൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തതാണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അതും കൂടെ കാണുക. അപ്പോൾ ഈ ഡിവൈസിന് വേണ്ടി റെഡ്മി എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം അവരുടെ ഡ്രോയിങ് ബോർഡിലോട്ട് പിന്നെയും പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഓവറോൾ ഡിസൈനും ബിൽഡും എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഹോൾഡിങ്ങിലും അതുപോലെ തന്നെ ഡേ ടു ഡേ യൂസിനൊന്നും നമുക്കിനകത്തൊരു ഡിസൈനിലോ ബിൽഡിലോ ഒരു കോംപ്രമൈസ് ഫീൽ ചെയ്തില്ല. ഐ ആം റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ബിൽഡ് ആൻഡ് ഡിസൈൻ. ഇനി അടുത്ത ഏരിയയിലോട്ട് പോകാം. ഡിസ്പ്ലേ ആൻഡ് മൾട്ടിമീഡിയ. ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. കാരണം ഒട്ടുമിക്ക സമയത്തും നിങ്ങൾ ഫോണിൻ്റെ ഡിസ്പ്ലേയിലോട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് ഡിസ്പ്ലേ നന്നായിരിക്കണം. ആ കാര്യത്തിൽ റെഡ്മി എപ്പോഴും നല്ല നീറ്റായിട്ടുള്ളൊരു ജോബ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇവിടെയും അതിനകത്തൊരു കോംപ്രമൈസ് ഇല്ല. നല്ലൊരു ഡിസ്പ്ലേ ഈ ഡിവൈസിന് നൽകി. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനോട് കൂടി വരുന്ന ഒരു HD+ ഡിസ്പ്ലേ ആണ് ഈ ഡിവൈസിനുള്ളത്. അതായത് 720p കാറ്റഗറിയിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ ഉള്ളത്. 19:9 ആസ്പെക്ട് റേഷ്യോയിലുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സും ഷാർപ്പായിട്ടുള്ള റിസൾട്ടും നമുക്ക് ഈ ഡിസ്പ്ലേയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിന് ഒരു കാരണം ഇത് 70.8% NTSC കളർ ഗാമറ്റ് ഫുൾഫിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. 400 നിറ്റ്സ് വരെ ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് പോകും. 1500:1 എന്നതാണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ വന്നിരിക്കുന്നത്. സോ എല്ലാം വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള നമ്പറാണ്. പീക്ക് ബ്രൈറ്റ്നസ് നമ്പർ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് വെച്ച് അല്പം കുറവാണെങ്കിലും ഇതിൻ്റെ ബഡ്ജറ്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കാണുന്ന മാത്രമല്ലോ, കേൾക്കുന്നതും കൂടെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് വരുമല്ലോ. തീർച്ചയായിട്ടും ഇയർഫോണിൽ കൂടെയുള്ള ഔട്ട്പുട്ട് നന്നായിരുന്നു. ഇപ്പോൾ ഈ ഡിവൈസിൻ്റെ സ്പീക്കറിൽ നിന്നുള്ള ഔട്ട്പുട്ടിൻ്റെ ഒരു സാമ്പിൾ ഞാൻ പ്ലേ ചെയ്യാം. നിങ്ങളത് കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം ഇത് എത്ര നന്നായിട്ട് സൗണ്ട് ഔട്ട്പുട്ട് നൽകുന്നുണ്ടെന്ന്. നിങ്ങൾക്കത് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും എന്നെ ഒത്തിരിയേറെ ഇമ്പ്രസ് ചെയ്ത ഒരു സ്പീക്കറാണ് ഇതിനകത്തുള്ളത്. കാരണം ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ നല്ല സ്പീക്കർ ക്വാളിറ്റി, നല്ല മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഇത് ഗ്യാരണ്ടി ചെയ്യുന്നു. നല്ല കാര്യം. ഇനി ക്യാമറയിലേക്ക് പോകാം. ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ? അതിവിടെയാണ് ബാധകമാവുന്നത്. ഈ ഡിവൈസിന് 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയും 12+2 മെഗാപിക്സൽ ഡ്യുവൽ റിയർ ക്യാമറ സെറ്റപ്പുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഡിവൈസിൻ്റെ 12 മെഗാപിക്സൽ ക്യാമറ പോക്കോ F1 ഉപയോഗിക്കുന്ന അതേ സോണി IMX363 എന്ന സെൻസറാണെന്നാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ, ക്യാമറ സോഫ്റ്റ്വെയർ ഒരു രീതിയിലും കോംപ്രമൈസ് ഉള്ള അല്ലെങ്കിൽ ഷോർട്ടൻഡ് വേർഷനല്ല. പ്രോ മോഡ് സഹിതമുള്ള ഫുൾ വേർഷനായിട്ടുള്ള ക്യാമറ ആപ്പ് ഇതിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ റിസൾട്ട് വരുമ്പോഴേക്കുമാണ് നമ്മൾ അല്പം ഒന്ന് പതറിപ്പോകുന്നത്. ഡിസപ്പോയിൻമെൻറ്റ്. MIUI 10 നമുക്ക് ലഭിച്ച ഒരു പിക്ചറാണിത്. MIUI 11 അപ്ഡേറ്റ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇതൊരു MIUI 11 ഷോട്ടാണ്. ഞാൻ 2-3 ഷോട്ടുകളും കൂടെ നിങ്ങളെ കാണിക്കാം. ജനറൽ ഫോട്ടോഗ്രാഫിയിൽ MIUI 11 വരുന്ന പിക്ചേഴ്സ് അല്പം കൂടെ നന്നായിട്ടുണ്ട്. റെഡ്മി 8 Pixel 3, പോക്കോ F1 ഈ ഡിവൈസുകളിലൊക്കെ വന്ന സോണി IMX363 ഉണ്ട് എന്ന് കമ്പനി ഒത്തിരിയേറെ പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇമേജ് ക്വാളിറ്റി ഒന്നും പോക്കോയുടെ 7 വരത്തില്ല. സോഫ്റ്റ്വെയർ അതിൻ്റെ പാർട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഡിറ്റക്ഷനൊക്കെ പരമാവധി അത് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഡിവൈസിൽ ഉപയോഗിക്കുന്ന ചിപ്പ് ഏതാണെന്ന് നോക്കുക. സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും കുറഞ്ഞ ചിപ്പുകളിലൊന്നായ സ്നാപ്ഡ്രാഗൺ 439 ആണ് ഈ ഡിവൈസിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എന്താണ്? ഇത് പോർട്രേറ്റ് മോഡിലെടുത്ത ഷോട്ടാണ്. 2-3 സാമ്പിളുകളും കൂടെ കാണിക്കാം. ഇവിടെ നിങ്ങളെൻ്റെ ഇയറിൻ്റെ ആ ഭാഗത്തോട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കാവോ? പോർട്രേറ്റ് മോഡൊന്നും നന്നായിട്ട് വർക്കാവുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ISP ഇമേജ് സിഗ്നൽ പ്രോസസ്സിങ്ങിലുള്ള കുറവാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫോട്ടോഗ്രാഫി ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ ഡിവൈസ് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഈ ഡിവൈസിൻ്റെ ഒരു സെപ്പറേറ്റ് ക്യാമറ റിവ്യൂ കാണണമെങ്കിൽ മുകളിൽ വന്ന പോളിൽ നിങ്ങളൊന്ന് റേറ്റ് ചെയ്താൽ മതി. ഇനി ബാറ്ററിയെക്കുറിച്ച് സംസാരിക്കാം. ഇതിൻ്റെ വലിയൊരു പ്ലസ് പോയിൻ്റാണ് 12 നാനോമീറ്ററിൽ നിർമ്മിച്ച ചിപ്പ്, 5000 mAh ബാറ്ററി, ക്വിക്ക് ചാർജ് സപ്പോർട്ട്. ഇത്രയെല്ലാം കൂടെ വരുമ്പോഴേക്കും ഇതൊരു ബാറ്ററി മോൺസ്റ്ററാണ്. ക്വിക്ക് ചാർജർ ഇതിൻ്റെ ബോക്സിലില്ല എന്നുള്ളതൊരു നെഗറ്റീവ് ആണെങ്കിൽ പോലും അതിന് സപ്പോർട്ടുള്ള കാര്യം വളരെ നല്ലൊരു സംഗതി തന്നെയാണ്. നിങ്ങൾ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഗെയിമിങ്ങോ ക്യാമറയോ മറ്റ് സംഭവങ്ങളൊന്നും എന്നെ ബാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബാറ്ററി പവർ ഹൗസ് നിങ്ങൾ എടുക്കാം. ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. ഇനി കീ സ്പെക്കുകളെക്കുറിച്ച് പറയാം. 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഏകദേശം 46 GB യൂസേഴ്സിന് അവൈലബിൾ ആയിട്ട് ഈ ഡിവൈസ് നൽകുന്നുണ്ട്. ഇനി മെമ്മറി കാർഡ് എക്സ്പാൻഷനും ഇതിനൊരു സ്ലോട്ടുണ്ട്. അതൊരു നല്ല സംഗതിയാണ്.
ഇനി ഇതിനകത്തുള്ള ഗെയിമിങ്ങിനെ കുറിച്ച് അടുത്തായിട്ട് സംസാരിക്കാം. ഗെയിമിംഗ് ആണ് നിങ്ങളുടെ പ്രധാന ലക്ഷ്യമെങ്കിൽ ഒരു കാരണവശാലും ഈ ഡിവൈസ് എടുക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ 18-നും 24-നും ഇടയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിവൈസ് അത്ര സ്യൂട്ട് ആവില്ലെന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഏറ്റവും പ്രമുഖമായ കാരണം ഈ ഡിവൈസിൽ ഉപയോഗിക്കുന്ന അഡ്രീനോ 505 എന്ന GPU ആണ്. ഒട്ടും തന്നെ പവർഫുൾ അല്ലാത്ത, അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ളൊരു ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റാണ് അതിലുള്ളത്. ഗെയിമിങ് വൻ ശോകമായിരിക്കും. ദുരന്ത ലെവലിൽ നിങ്ങൾ കളിക്കേണ്ടി വരും. ബാക്കി കാര്യങ്ങളിൽ, അതായത് ഡേ ടു ഡേ യൂസേജിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ലാത്ത ഈ ചിപ്പ് മുന്നോട്ടോടും. പക്ഷേ റെഡ്മി 7A വരെ ഉപയോഗിച്ച ചിപ്പ് ഇവിടെ അല്പം മാറ്റാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം എനിക്കുണ്ട്. സോഫ്റ്റ്വെയർ സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് MIUI 11 വരെ ലഭിച്ചിട്ടുണ്ട്. MIUI 11 അപ്ഡേറ്റ് ഞാൻ ചെയ്തു. നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. നോ കംപ്ലയിൻറ്റ്സ്. ആൻഡ്രോയിഡ് 9 Pie ആണ് ഇതിനകത്ത് ഹോമായിട്ട് കിടക്കുന്ന ആൻഡ്രോയിഡ് OS. ഇനിയൊരു 2-3 അപ്ഡേറ്റുകൾ MIUIയുടെ ലഭിക്കും. പക്ഷേ കുറച്ച് നല്ല ഗൂഗിൾ ഇന്നോവേഷൻ, വെൽബീയിങ് പോലുള്ള നല്ല കുറച്ച് ഗൂഗിൾ ഇന്നോവേഷൻസ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. ഇതൊരു അങ്കിൾ ലെവൽ അല്ലെങ്കിൽ ഒരു പപ്പ ലെവൽ ഫോണാണ്. നിങ്ങൾ ഒരു യങ്സ്റ്ററാണ്, യൂത്തിനാണെങ്കിൽ ഇതിലോട്ട് പോകുന്ന അത്ര നല്ലൊരു ഡിസിഷൻ ആയിരിക്കില്ല. എന്തെങ്കിലും കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ധാരാളം വീഡിയോകളും ഈ ചാനൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചോദ്യങ്ങളുണ്ടെങ്കിൽ അതും എന്നോട് ചോദിക്കാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാൻ കഴിയും. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്, സൈനിങ് ഓഫ് നൗ.